ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുന്ന ദിശയിലേക്ക് മുന്നേറുകയാണ്. രാജ്യത്തിന്റെ ഈ പുരോഗതിയിൽ സഹകരണ മേഖലയുടെ പങ്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറും. अमृतकाल में देश के गांव, देश के किसान के सामर्थ्य को बढ़ाने के लिए अब देश के कोऑपरेटिव सेक्टर की भूमिका बहुत बड़ी होने वाली है. सरकार और सहकार मिलकर विकसित भारत, आत्मनिर्भर भारत के संकल्प को डबल मजबूती देंगे. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈ ദർശനം സാക്ഷാത്കരിക്കുന്നതിനായി പുതുതായി രൂപീകരിച്ച സഹകരണ മന്ത്രാലയം ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും അവയുടെ ബിസിനസ് എളുപ്പത്തിൽ വർദ്ധിപ്പിക്കുന്നതിനുമായി 54-ലധികം സംരംഭങ്ങൾ നടത്തിയിട്ടുണ്ട്. 1-ലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 44, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നിവയാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനും നിയന്ത്രണത്തിനുമായി ഭരണഘടനയുടെ സെക്ഷൻ 243(ZHF), മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 4(1) എന്നിവയിൻ കീഴിലാണ് കേന്ദ്ര രജിസ്ട്രാറെ ഭാരത സർക്കാർ നിയമിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 1625-ലധികം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവയുമായി കോടിക്കണക്കിന് ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ നേതൃത്വത്തിൽ നിരവധി സുപ്രധാന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ പരമ്പരയിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫീസിന്റെ കമ്പ്യൂട്ടർവൽക്കരണം ഒരു സുപ്രധാന ഘട്ടമാണ്. ഇതിൻ കീഴിൽ ഓഫീസ് മുഖേനയുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനും കൈമാറ്റത്തിനുമുള്ള ഒരു സംയോജിത പോർട്ടൽ ഓഗസ്റ്റ് 6-ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. मल्टी स्टेट कोऑपरेटिव समितियों की देखभाल करने वाला सेंट्रल रजिस्ट्रार की ऑफिस का पूरा सिस्टम CRCS का कार्यक्रम आज से पूर्णतया डिजिटल हो रहा है. अब कोई भी मल्टी स्टेट कोऑपरेटिव सोसाइटी को अपनी ब्रांच बढ़ानी है, दूसरे राज्य में जाना है, अपना ऑडिटेड बैलेंस शीट फाइल करना है, अपनी रिपोर्ट भेजनी है, किसी भी चीज के लिए कहीं पर जाने की जरूरत नहीं है. आपकी ऑफिस से ही आप भारत सरकार के रजिस्ट्रार के यहां पूरा कॉरेस्पोंडेंस कर सकते हो और वो वैध होगा. ഈ പോർട്ടലിലൂടെ എല്ലാ പ്രക്രിയകളും പേപ്പർ രഹിതമാക്കി. അതുവഴി കാര്യക്ഷമതയും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവരുടെ വാർഷിക അക്കൗണ്ടുകളും സാമ്പത്തിക റിപ്പോർട്ടുകളും ഡിജിറ്റലായി സമർപ്പിക്കാൻ കഴിയും. ഇത് പ്രക്രിയകൾ വേഗത്തിലാക്കും. ഓൺലൈനായി ബൈലോകളിൽ ഭേദഗതികളും നയരൂപീകരണവും കൊണ്ട് സൊസൈറ്റികളുടെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കും. സോഫ്റ്റ്വെയർ മുഖേന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ നിയമങ്ങൾ സ്വയമേവ പാലിക്കും. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ അംഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ദിശയിൽ ഒരു പ്രധാന ചുവടുവയ്പ്പാണ് സഹാറ ഗ്രൂപ്പിന്റെ 4 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ അടയ്ക്കുന്നതിനായി 2023 ജൂലൈ 18-ന് ഒരു ഓൺലൈൻ ഡിജിറ്റൽ പോർട്ടൽ CRCS സഹാറ റീഫണ്ട് പോർട്ടൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി നിയമം 2023 ഒരു സുപ്രധാന നടപടിയാണ്. ഇത് 3/8/2023 വിജ്ഞാപനമനുസരിച്ച് പ്രാബല്യത്തിൽ വന്നു. അതിലെ പ്രധാന പോയിന്റുകൾ ഇപ്രകാരമാണ്. 97-ാം ഭരണഘടനാ ഭേദഗതിയിലെ വ്യവസ്ഥകൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ ഉൾപ്പെടുത്തുക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ. ഇതിൻ കീഴിൽ സമയബന്ധിതവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താനായി തെരഞ്ഞെടുപ്പ് അതോറിറ്റി സ്ഥാപിച്ചു. ബോർഡിന്റെ ഘടനയും അംഗത്വവും മെച്ചപ്പെടുത്തി എല്ലാ കമ്മിറ്റിയിലും ഒരു ഇൻഫർമേഷൻ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഭരണ സംവിധാനവും നിരീക്ഷണ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സഹകരണ ഓംബുഡ്സ്മാനെയും നിയമിക്കുന്നു.
ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും സാമ്പത്തിക ഓഡിറ്റ് ചെയ്യുന്നതിനുമായി സെൻട്രൽ രജിസ്ട്രാർ ഓഡിറ്റർമാരുടെ ഒരു പാനൽ രൂപീകരിച്ചു. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ ശേഖരണം, നടത്തിപ്പ്, വിനിയോഗം എന്നിവയ്ക്കായി നിരവധി പരിഷ്കാരങ്ങളും വരുത്തിയിട്ടുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി നിയമം 2023 നിയമം പ്രാബല്യത്തിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ, അതായത് 4/8/2023 വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. देखिए एफिशिएंसी क्या होती है. 2 तारीख को कानून पारित हो गया, राष्ट्रपति महोदया की साइन हो गई, इसका नोटिफिकेशन निकल गया और 4 तारीख को उसका रूल्स का भी नोटिफिकेशन निकल गया. കേന്ദ്ര രജിസ്ട്രാർ ഓഫീസ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ 32 സാങ്കേതിക തസ്തികകൾ സൃഷ്ടിച്ചു. ഈ സൊസൈറ്റികളുടെ മികച്ച മാനേജ്മെന്റിനായി ആധുനിക സാങ്കേതിക വിദ്യയും അത്യാധുനിക സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ കേന്ദ്ര രജിസ്ട്രാർ ഓഫീസ് രൂപീകരിച്ചു. ഈ ശ്രമങ്ങൾ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ദിശയിൽ വലിയ ചുവടുവയ്പായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് crcs.gov.in ലോഗിൻ ചെയ്യുക.